കേരളത്തിൽ നിന്നുള്ള BJP കൗൺസിലേഴ്സും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയായി. 2 മണിക്കൂർ നേരമാണ് കൂടിക്കാഴ്ച നീണ്ടത്. രാത്രി ആരോഗ്യമന്ത്രി JP നഡ്ഡയെയും കൗൺസിലേഴ്സ് കാണും. 5000 കോടി രൂപയാണ് സിറ്റി പ്രധാനപ്പെട്ട നഗരങ്ങൾക്കൊക്കെ വരാൻ പോകുന്നത്. ഇന്ന് മനോഹർലാൽ ഖട്ടാർജി രാവിലെ അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ, അർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്റർ. അത് നേടിയെടുക്കാനുള്ള പരിശ്രമം, അത് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹം അഡ്വൈസ് ചെയ്തു. നല്ല ബഡ്ജറ്റില്ലേ? ഓക്കെ. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചരിത്ര വിജയം അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കൗൺസിലേഴ്സ് പ്രധാനമന്ത്രിയെ കാണും എന്ന അറിയിപ്പും ഒക്കെ ഉണ്ടായത്. അത് നടന്നിരിക്കുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? പ്രജിന് അല്പം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള കൗൺസിലർമാരുടെ കൂടിക്കാഴ്ച അത് പൂർത്തിയായത്. കേരളത്തിലെ സാധ്യതകൾ അത് പ്രധാനമന്ത്രി കൗൺസിലർമാർക്ക് വിശദീകരിച്ച് നൽകുകയായിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ ഏറ്റവും പ്രധാനമായിട്ടും നൽകിയത്. ഒപ്പം തന്നെ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്കൊപ്പം എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതിന്റെ മാർഗനിർദ്ദേശം നൽകി. ഓരോ പ്രവർത്തകരോടും ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മോദി കേരളത്തിലേക്ക് എത്തും. ആ സമയവും തീയതിയും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല, എന്നാൽ ഉറപ്പായിട്ടും എത്തുമെന്നുള്ള കാര്യം തന്നെയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം VV രാജേഷ് മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കൂടിക്കാഴ്ചയിൽ ഈ കൗൺസിലർമാരെ അഭിനന്ദിക്കുക തന്നെയായിരുന്നു ചെയ്തത്. പ്രജിത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.